ഇന്ന് നാട്ടിൽ നിന്ന് 2-3 പേര് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് കൊടുക്കണം. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ചിക്കൻ ബിരിയാണി എന്തെങ്കിലും വയ്ക്കാനായിരുന്നേ. അപ്പോഴാണ് അറിയുന്നത് അവർ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വ്രതം എടുത്ത് നിൽക്കുകയാണ്. പിന്നെ ആ പ്ലാൻ എല്ലാം പാടെ ഉപേക്ഷിച്ചു ഫുൾ വെജ് ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ ഒരു വിരളിൻ്റെ നീളമുണ്ട് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കയും ബീൻസ് തോരനും പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചേ. ആദ്യത്തെ അരിയൽ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പണി എളുപ്പമാണ്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ കഴുകി വെള്ളം തോരാൻ വെച്ചിട്ട് വെണ്ടയ്ക്കയും ബീൻസും ഒക്കെ അങ്ങ് അരിഞ്ഞെടുത്തു. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ചോറിന് വെച്ചു. 2 ചീനിച്ചട്ടി അടുത്ത് വെച്ചിട്ട് ഒരെണ്ണത്തിലോട്ട് വെണ്ടയ്ക്ക് മെഴുക്ക് വരട്ടാനും വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് ബീൻസ് തോരനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് തോരനുള്ള അരപ്പൊക്കെ റെഡിയാക്കി എടുക്കാം. പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ നോക്കിയപ്പോൾ തേങ്ങയില്ല. പിന്നെ അതിനൊരെണ്ണത്തിന് പൊട്ടിച്ചെടുത്തു. ഇപ്പോൾ തേങ്ങാവെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര തണുപ്പായതുകൊണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ തണുട്ടിയൊന്നും കാണാതെയാണ് കുടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിരവ നല്ലതാണ്, ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ്. ഒരുപാട് നാളുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ മുകളിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ. അപ്പോൾ അരപ്പൊക്കെ റെഡിയാക്കി. ആ സമയത്ത് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയൊക്കെ റെഡിയായി. അപ്പോൾ നല്ല വെളിച്ചെണ്ണയിലൊക്കെ ആയതുകൊണ്ട് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ വിചാരിച്ചു കുറച്ച് ഇഞ്ചിക്കറിയും വെക്കാന്നേ, എന്തെങ്കിലും ഒരു എരിവ് വേണ്ടേ. അങ്ങനെ ഇഞ്ചിക്കറിയും റെഡിയാക്കി, പപ്പടവും വറുത്തു. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് രസവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി അവരെ നോക്കിയിരിക്കാം.